ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ 2ാമത്തെ ചാപ്റ്റർ എത്തി, സാഖ്യയോഗം. അതിലിനി 10ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ശ്രീഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസോ ന ഗദാംസുംശ്ച നാനുശോചന്തി പണ്ഡിതാ. സൈന്യത്തിൻ നടുവിൽ നിന്നു ദീനനായി വിലപിച്ചിടും പാർത്ഥനോട് ചിരിച്ചും കൊണ്ട് യുദ്ധമോദി മഹാപ്രഭു. ഇപ്പൊ തേർത്തട്ടിലെ വിഷാദമഗ്നനായിട്ടിരിക്കുന്ന അർജുനനെയാണ് നമ്മൾ കണ്ടത്. ആ അർജുനനോട് ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനോട് പറയാണ്, നീ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് ചെറിയൊരു പ്രശ്നമാണ്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞാൽ നീ ശരിയായിക്കോളും. നമ്മൾ പറയണ മാതിരി ഇതൊന്നൊരു പ്രശ്നമല്ല, നമുക്കതൊക്കെ മാറ്റിയെടുക്കാന്ന് പറയണ മാതിരി. അപ്പോൾ ഭഗവാന് തന്നെ അവിടെ മനസ്സിലായി, അർജുനന് തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി വന്നിട്ടുണ്ട് എന്ന്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഞാൻ എന്തായാലും ചെയ്യില്ല എന്ന് പറയുന്ന ആ ടോണൊക്കെ മാറ്റി ഇപ്പൊ വേണമെങ്കിൽ കേൾക്കാം ഉപദേശം എന്നുള്ളവരെ എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വളരെ പുഞ്ചിരിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നത്, ത്വം അശോച്യാൻ അന്വശോചഃ. ശോചന്മാരല്ലാത്തവരെ കുറിച്ച് നീ ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. അവരെ പറ്റിയാണ് നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജ്ഞാവാദാൻ ഭാഷസേച്ച. എന്നിട്ടോ വലിയ വലിയ കാര്യങ്ങളാണ് നീ പറയുന്നത്, വലിയ പണ്ഡിതന്മാരെ പോലെയാണ് നീ സംസാരിക്കുന്നത്. പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാർ ഒരിക്കലും ഗദാസൂൻ അഗദാസൂൻ, മരിച്ചവരെ കുറിച്ചോ മരിച്ചിട്ടില്ലാത്തവരെ കുറിച്ചോ ദുഃഖിക്കാറില്ല. അപ്പൊ നീ ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ട പോലെ വലിയ വലിയ തത്വങ്ങളും കർമ്മഫലങ്ങളും ഇത് കുലത്തെ ബാധിക്കും, ജാതിസങ്കരം ഉളവാക്കും, വർണ്ണാശ്രമങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞല്ലോ. അതൊക്കെ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളാണ്. അപ്പൊ നീ ഒരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ലല്ലോ. പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ദുഃഖം വരുന്നത്? പണ്ഡിതന്മാര് ഈ കാര്യങ്ങളൊന്നും കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ നീ ഇവിടെ ഒരു അറിവില്ലായ്മ കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. നമ്മൾ ഇന്നലെ മൂഡ് ഔട്ടും ഡിപ്രഷനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അർജുനന്റെ വിഷാദം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു തന്ത്രങ്ങൾ എടുക്കുകയാണ്. അപ്പൊ മനസ്സിലായി ഭഗവാന് എന്തെങ്കിലും ഉപദേശിച്ചാൽ അർജുനൻ കേൾക്കാൻ റെഡിയാണെന്നും മനസ്സിലായി. അപ്പൊ യഥാർത്ഥ പണ്ഡിതൻ ആരാണ് എന്ന് ചോദിച്ചാൽ, സത്യം പറയാച്ചാ നമ്മൾ കുറച്ച് അറിവുള്ളവരെയൊക്കെ പണ്ഡിതന്മാർ എന്ന് വിളിക്കുമല്ലേ. അപ്പൊ യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ കുറിച്ച് അറിയുന്നവനാണ് പണ്ഡിതന്മാര്. ഇത് നമ്മള് കുറച്ച് ബുക്കൊക്കെ വായിച്ച് അയാൾക്ക് നല്ല അറിവുണ്ട് കേട്ടോ, അയാൾ നല്ല വായനക്കാരനാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പണ്ഡിതനാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചിലപ്പോ നല്ല പാണ്ഡിത്യം ഉണ്ടാവുകയും ചെയ്യാം. പക്ഷെ സ്വന്തമായിട്ട് നമ്മളെ തന്നെ അറിയുന്നതും ഭഗവാനെ പറ്റി അറിയുന്നത് മാത്രമാണ് പാണ്ഡിത്യം. നമ്മളിപ്പോൾ സ്കൂളിൽ പല വിഷയങ്ങൾ പഠിക്കുന്നു അല്ലേ. സയൻസ് പഠിക്കുന്നു, മാത്സ് പഠിക്കുന്നു, ജോഗ്രഫി പഠിക്കുന്നു, ഹിസ്റ്ററി പഠിക്കുന്നു, പല വിഷയങ്ങളും പഠിക്കുന്നു. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ദുഃഖം മാറ്റുമോ? ഇല്ല, ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. അപ്പം നമ്മൾക്ക് മനസ്സമാധാനമാണല്ലോ പ്രശ്നം അല്ലേ. ഇന്നലത്തെ ഡിപ്രഷനൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞത്. ആ മനസ്സമാധാനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ആരാണ്. ഇതിന്റെ ഉത്തരം നമ്മൾക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് അറിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് പാണ്ഡിത്യമുണ്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ നീ ഒരു പണ്ഡിതനാണോ? അല്ലല്ലോ. നീ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ വിഡ്ഢിത്തരല്ലേ. ഇതെല്ലാം പറഞ്ഞ് നീ ഇപ്പൊ ദുഃഖിക്കുകയല്ലേ ചെയ്യുന്നേ.
ഇപ്പം നമ്മൾ സ്വപ്നമൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? സ്വപ്നം കാണുമ്പോൾ നല്ല വളരെ സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണാൻ നല്ല സുഖമല്ലേ രാത്രി? പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലത്ത് നല്ല കമ്പിളിയൊക്കെ ഇട്ട് മൂടി പുതച്ച് കിടന്ന് നല്ല ഉറക്കം കൂടെ കിട്ടുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഭാഗ്യവാന്മാരാ. അതിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാം. നല്ല സ്വപ്നങ്ങൾ അത് മാത്രം പറഞ്ഞ് തെരഞ്ഞു പിടിച്ച് വരുമൊന്നുമില്ല കേട്ടോ. ദുഷ്ട സ്വപ്നങ്ങളും വരും. എന്തായിക്കോട്ടെ. അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങൾ ചിലപ്പോൾ കള്ളൻ കക്കാൻ വരുന്നത് നമ്മളെ പിടിച്ചാക്രമിക്കുന്നതായിരിക്കും ചിലപ്പോൾ കാണുക. ചിലപ്പോൾ ഭഗവാനെ പറ്റി സ്വപ്നം കാണാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. ഭഗവാനെ പറ്റി സ്വപ്നം നല്ല നമ്മൾ ഇതുവരെയും കാണും കേൾക്കും ചെയ്യാത്ത ഓരോ അമ്പലമൊക്കെ സ്വപ്നം കണ്ട് അവിടെ പോയി എന്നൊക്കെ. ചിലപ്പോൾ മരിച്ചുപോയവരെ പറ്റി സ്വപ്നം കാണാറുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. വേറെ ചില സമയത്ത് അതായത് എൻ്റെ അനുഭവത്തിൽ ഈ സ്വപ്നത്തിലൊക്കെ ഒരേ സ്ഥലം ഏതാ സ്ഥലം എന്ന് നമുക്ക് എനിക്കറിയുന്ന സ്ഥലമാണ്. ആ സ്ഥലം ഒരു 10 പ്രാവശ്യമൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒരേ സ്ഥലം, ഒരേപോലത്തെ ഇടനാഴിക, ഒരേപോലത്തെ വീട്. അതേ വീട് കുറേ പ്രാവശ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ എല്ലാം അതിലൊക്കെ ശരിക്കും ഈ സ്വപ്നത്തിലൊക്കെ നമ്മളൊരു വ്യക്തിയാണ് അല്ലേ? ഇതെല്ലാം കഴിഞ്ഞു, സ്വപ്നമൊക്കെ കഴിഞ്ഞു. ഒരു അലാറം അടിച്ചാൽ മതി, നമ്മുടെ കാര്യം തീർന്നു. അലാറം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് കട്ടിൽ മാത്രമാണ്. ഇത് ഞാൻ ഇതിന് മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒന്നും തന്നെ കാണാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ കാര്യം. നമ്മൾ മരിച്ചവരെ കുറിച്ചോ ഇനി മരിക്കാനിരിക്കുന്നവരെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. പണ്ഡിതന്മാർ അതിനെ പറ്റിയിട്ട് ദുഃഖിക്കാറില്ല. കാരണം എന്താ അറിയോ? നമ്മളൊക്കെ ജീവിത യാത്രയാണ്, ഒരു നാടകമാണ്. നാടകത്തിന് ഭഗവാൻ നമുക്കൊരു വേഷം തരണു. നമ്മൾ ആ വേഷം കിട്ടി നമ്മൾ ആരെങ്കിലും ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ ആ രംഗം നമുക്ക് തുടരാൻ പറ്റാതെ വരുന്നു. അപ്പം നമ്മൾ നമ്മുടെ വേഷം അഴിച്ചു വയ്ക്കുന്നു. ഇവരാണ് മരിച്ചു പോയവർ. മറ്റു ചിലർ വീണ്ടും അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില ആൾക്കാർക്ക് രംഗം കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാ രംഗങ്ങളിലും അവർ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവരുടെ രംഗം കഴിഞ്ഞു. സിനിമയിലൊക്കെ അങ്ങനെയല്ലേ ഓരോ ഷൂട്ട്, അവരെ കഴിഞ്ഞു, അവർ പോയി. മറ്റുള്ള ആൾക്കാർ വീണ്ടും തുടർന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ വേറെ ചിലരുടെ വിഷം തീരും. അപ്പം അവർ പോകും. അപ്പം ഇവരെല്ലാം അവരുടെ അവർ അഴിക്കാൻ പോകുന്നവരാണ്. അവരുടെ വേഷം അഴിച്ചു വെക്കാൻ പോകുന്നവരാണ് ഈ മരിക്കാൻ പോകുന്നവർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇതിനെ പറ്റിയിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ ചിരിച്ച് പുഞ്ചിരിയോടുകൂടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആവശ്യമില്ലാണ്ട് നീ അനുശോചിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത ശ്ലോകം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമദപരം. ഉണ്ടായിരുന്നില്ല ഞാനും നീയും ഈ കണ്ട ഭൂപരും ഭാവിയിൽ പോലും ഈ നമ്മൾ ഏവരും വന്നു ചേർന്നിടാ. അതായത് ഞാനോ ഈ രാജാക്കന്മാരൊന്നും ഇല്ലാതിരുന്നിട്ടുമില്ല, ഇനി ഇല്ലാണ്ട് ആവൂല്ല, ഏതെങ്കിലും കാലത്ത് ഇല്ലാണ്ട് ആവൂല്ല. ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അഹം ജാതു ന ആസം, ഞാൻ എപ്പോഴും ഇല്ലാതിരുന്നു എന്നുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. തു നയേവ, എപ്പോഴും ഉണ്ട്, ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നീയും. ത്വം അഭി ന ആസിഹി ഇതെന്ന, നീയും ഇല്ലാതിരുന്നിട്ടില്ല. ഈ രാജാക്കന്മാരെല്ലാവരും പണ്ടുമുണ്ട്, ഇല്ലാതിരുന്നിട്ടില്ല. ഇനി മേലിലും അവരുണ്ടാവും. നമ്മളെ ഓരോന്നും ചിന്തിക്കുകയാണ്. ഞാനും നീയും രാജാക്കന്മാരൊക്കെ പണ്ട് തൊട്ടേ ഉള്ളവർ തന്നെയാണ്, ഇനിയും ഉണ്ടാവും, നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇല്ലാതെ ആവാൻ പോകുന്നേ ഇല്ല. എന്തെങ്കിലും ഇത് നിൽക്കും എന്ന് വിചാരിച്ചാൽ അതും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ദുഃഖിക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്നാലും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മരിച്ചു, ഇപ്പം നമ്മൾ നേരത്തെ ജീവിത നാടകത്തിലെ വേഷങ്ങൾ അഴിച്ചു വെക്കുന്ന കഥയാണ് നേരത്തെ പറഞ്ഞത്. അതേപോലെ നമ്മൾ മരിച്ചു പോകുമ്പോൾ ശരീരം നിശ്ചലമാകുന്നു. പക്ഷെ അവിടെ ജീവൻ ശരീരം വിട്ടു പോകുന്നു, ആകാശത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ആകാശത്തിൽ നിന്ന് അത് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. ഈ ശരീരം നശിച്ചു എന്നേ ഉള്ളൂ,
അപ്പോഴും ആ ജീവൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം മനസ്സും ജീവനും അത് രണ്ടും നശിക്കുന്നില്ല. ശരീരം മാത്രമേ അവിടെ നശിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾക്കൊരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ പല ദശകൾ മാറി മാറി വരും. ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ പല ദശകളും ആ ശരീരം കടന്നു പോകും. ആത്മാവും അതുപോലെ മാറുന്നുണ്ടെങ്കിലും ശരീരത്തിന് മാറ്റം സംഭവിക്കും. പക്ഷെ ആത്മാവ് അവിടെ ശാശ്വതനാണ്. ഈ ഒരു സത്യം നീ മനസ്സിലാക്കുകയാണെങ്കിൽ നിനക്ക് ഈ സംസാര ദുഃഖങ്ങൾ വരില്ല. ഈ സംസാര ദുഃഖം കൊണ്ടാണല്ലോ ഈ ബന്ധുത്വവും എല്ലാം നിനക്ക് തോന്നുന്നത്. അപ്പൊ അത് വരില്ല. അത് നീ മനസ്സിലാക്കണം. കാരണം നമ്മൾ നാരായണീയത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രൊജക്റ്റഡ് ടു ഔട്ട്വേർഡ്സ് ആണ്. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ ആ ശക്തി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പ്രേരണ കൊണ്ടാണ് നമ്മൾ ഈ സംസാര ദുഃഖം അനുഭവിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സും അപ്പൊ ഇന്ദ്രിയങ്ങൾക്കൊപ്പം ഇങ്ങനെ അലഞ്ഞു തിരിയാണ്. അപ്പൊ വിഷയസുഖങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സുഖവും ദുഃഖവും അതായത് വിഷയസുഖത്തിലാണ് സുഖവും ദുഃഖവും നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിനെയും തെറ്റിപ്പിക്കുന്നു, മനസ്സിന് തെറ്റായ ധാരണകൾ കൊടുക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ ഇഷ്ടത്തിന് വരുത്താൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും നമ്മളുടെ പരിധിയിൽ വരുത്താനായിട്ട് സാധിക്കണം. ഈ ഞാൻ നീ എന്നൊക്കെ പറയണത് മനസ്സും ആ മനസ്സോടുകൂടിയ ജീവനും അടങ്ങിയതാണ്. ശരീരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജഡവസ്തുവായിട്ട് അത് നശിക്കും. നമ്മൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പിടികിട്ടുന്നില്ല. മറ്റുള്ളവരുടെ മനസ്സ് പോലും പിടികിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലെങ്ങനെ പോകുന്നത്, നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ സാധാരണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇങ്ങനെ വരി നിന്ന് കുറേ നേരം ക്യൂ നിൽക്കുമ്പോൾ നാരായണിയൊക്കെ വായിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മളങ്ങനെ ചുറ്റുപാട് നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പം ഞാനിങ്ങനെ വെറുതെ നോക്കുമ്പോൾ തോന്നും, ഈ ആളിപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു വട്ട് ഇപ്പം ഇയാളിപ്പോൾ എന്തിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴേ ഇവരൊക്കെ ചിലപ്പോൾ എന്തൊക്കെ വിഷമങ്ങൾ കൂടെ ആയിരിക്കും വരുന്നത്, എവിടെ നിന്നായിരിക്കും വരുന്നത്, എങ്ങനെയായിരിക്കും വരുന്നത്. പാവങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ എത്രയോ ഉണ്ടല്ലേ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് സാധാരണ അവിടെ സമ്മതിക്കാറില്ല. നമ്മളൊന്ന് പോയിട്ട് ഒന്ന് തൊഴുമ്പോഴേക്കും തന്നെ നമ്മളെ ആട്ടി വിടുകയാണ് സാധാരണ പതിവ്. പിന്നെ ചിലരുണ്ട് 1000, 2000, 5000 ഒക്കെ കൊടുത്ത് തൊഴുന്നതിൽ. എനിക്ക് അങ്ങനെ തൊഴുന്നതിൽ ഞാൻ തീരെ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷെ നമുക്ക് സേവ് ചെയ്യാം ടൈം സേവ് ചെയ്യാൻ ഇറ്റ് ഈസ് ഗുഡ്. അത് ഒരു നല്ല കാര്യമാണ്. പിന്നെ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ക്യൂ നിൽക്കാനൊന്നും പറ്റാത്തവർ, അങ്ങനത്തെവർക്കൊക്കെ അത് നല്ലതാണ്. പക്ഷെ എല്ലാ മനുഷ്യനും ആ സൗകര്യം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നും. അപ്പം മറ്റുള്ളവരുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റിയ വളരെ നല്ലതല്ലേ. പക്ഷെ പറ്റില്ല, ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ മനസ്സ് എന്ന് പറയുന്നതാണ് ജീവനും മനസ്സും കൂടിയിട്ടാണ് മറ്റൊരു ശരീരത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പുനർജനിക്കുന്നത്. ഇപ്പം നമ്മളുടെ സയൻസൊക്കെ ഇങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ വാട്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പഠിക്കുന്നുണ്ട്. ഈ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് ആരും കണ്ടുപിടിച്ച് വെച്ചതല്ല, ഏതോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെ ചുറ്റും എയറുണ്ട് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമുക്ക് കാറ്റ് കാണാൻ പറ്റും, വിൻഡായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, മറ്റുള്ള ഗ്യാസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും തെളിവല്ല, ആർക്കും അറിയില്ല. ഇവിടെ ഇപ്പം നമ്മുടെ ചുറ്റും കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നുണ്ടോ ആരെങ്കിലും? നൈട്രജൻ കാണുന്നുണ്ടോ? ഒന്നുമില്ല, ആർക്കും കാണാൻ പറ്റില്ല. അതേപോലെ അപ്പം അതെല്ലാം നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നത്, സയൻസ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ നമ്മളുടെ മനസ്സിനെ പറ്റിയിട്ട്, അതായത് നമ്മളുടെ മനസ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവനും ജീവന്റെ അവസ്ഥകളും, മരിച്ചു കഴിഞ്ഞാൽ ജീവൻ എന്ത് സംഭവിക്കുന്നു, പുനർജന്മത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അല്ലെ. ചിലരൊന്നും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അപ്പൊ നമ്മുടെ മനസ്സിന് നമ്മൾക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തോടത്തോളം കാലം നമ്മൾ വലിയ വലിയ മഹാന്മാര്
ഇതിനെപ്പറ്റി പഠിച്ച് പറഞ്ഞിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളും സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ച് നമ്മൾ എത്രയോ പഠിച്ച് തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സയൻസിൽ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ അത് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ആ മഹാന്മാർ, അതായത് അവർ പറയുന്നത് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾക്ക് ചിന്തകളേ ഇല്ല. ഒരു മനുഷ്യന് ഒരു നിമിഷം, അതായത് വേണ്ട ഒരു നിമിഷം പോട്ടെ, 2 മിനിറ്റ് നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ മനസ്സിനെ വെക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഗുഡ്. അപ്പം അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ആ 2 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് ആക്കാം, 4 മിനിറ്റ് ആക്കാം. എങ്ങനെ പറ്റുക? ധ്യാനം കൊണ്ടാ പറ്റുക. പക്ഷെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ പോലെ ധ്യാനിക്കുമ്പോൾ നമ്മൾ അപ്പം അവിടെ അരി വെന്തോ ആവോ, അതോ പരിപ്പ് അടി പിടിച്ചോ, ഇന്നിപ്പോൾ എന്താ കറി വയ്ക്കുക, ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി കാര്യം. അതാണ് പറഞ്ഞത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും അങ്ങനെ ചിന്തകൾ ഇല്ലാണ്ടാക്കിയാലേ നമ്മൾക്ക് നമ്മുടെ ജീവനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ആ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും എന്താണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവനും മനസ്സും ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വിശ്വസിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, ഇപ്പം ചിലവർ ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പം ചില ആൾക്കാർ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു, എത്രയോ അക്രമം കാണിച്ചിട്ടും മറ്റു ചിലർ ഒരക്രമം ഈ ജന്മത്തിൽ കാണിക്കുന്നില്ല, എന്നിട്ടും വളരെ വിഷമത്തോടെ ജീവിക്കുന്നു. ഇതിനെന്താ കാരണം എന്ന്? അതിന് കാരണം അവരുടെ കർമ്മഫലമാണ്, ഓരോ ജന്മത്തിലുള്ള കർമ്മഫലം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരം അവിടെ നശിച്ചു പോകുന്നു, നമ്മളുടെ ജീവൻ വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമ്മളൊന്നും ഇല്ലാതിരിക്കുന്നില്ല, ഇനി നശിച്ചിട്ടുമില്ല, എപ്പോഴും നിലനിൽക്കുന്നതാണ് ഈ ശരീരത്തെക്കുറിച്ച്. അതായത് ബന്ധുജനങ്ങളുടെ ശരീരം മാത്രമേ അവിടെ നശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല അർജുന എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് 3 ശ്ലോകങ്ങളെ വായിച്ചിട്ടുള്ളൂ, 2 ശ്ലോകങ്ങളെ വായിച്ചിട്ടുള്ളൂ. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.